തൃശൂർ നഗരത്തിൽ ഇടഞ്ഞ ആന വരുത്തിയ നാശനഷ്ടങ്ങളിൽ നഷ്ടപരിഹാരം നൽകാതെ ആനയെ മാറ്റാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാർ. ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നമുക്ക് B. ഗോപാലകൃഷ്ണന്റെ പ്രതികരണം കാണാം. എല്ലാവരും പേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ടൗണിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് ആന പോണത്. എൻ്റെ വീടിൻ്റെ മുമ്പിലെ കാർ അവിടെ കിടക്കുകയാണ്. ആന തൊട്ടിട്ടില്ല. ആ സമയത്തൊക്കെ ശാന്തമാണ്. പക്ഷെ എൻ്റെ വീട് പണി നടക്കുന്നിടത്തെ ബൈക്ക് 5 എണ്ണം തകർത്തു. 5 ബൈക്ക് എൻ്റെ വീട്ടിലെ തൊഴിലാളികളുടെ വീട് പണി നടക്കുന്ന കാർപ്പൻറ്റേഴ്സിൻ്റെ 5 ബൈക്ക് തകർത്തു. അതിനുശേഷം പിന്നെ വയലൻ്റായി പെട്ടെന്ന്. ഒരു പോലീസ് ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ പോലീസ് ഫോഴ്സ് എത്തിയിട്ടില്ല. ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇപ്പം നാട്ടുകാർ തളച്ചെന്ന് വേണേൽ പറയാം. അല്ല ഇപ്പം നാട്ടുകാർ തളച്ച, വനംവകുപ്പൊന്നും തളച്ചിട്ടില്ല. ഇപ്പം നാട്ടുകാരാ തളച്ചത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുകയാണോ അതോ അവസാനിച്ചോ? പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് നാട്ടുകാരോട് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞത് ഇവിടുത്തെ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർമാരുടെ വലിയ സംഘം, തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തെത്തി. മന്ത്രി OJ ജനീഷും രാജൻ ജെ പല്ലനും സ്ഥലത്തെത്തി. ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ ആ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാം, നഷ്ടപരിഹാരം നൽകാൻ എന്ന നിലയിൽ ആ നിലയിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. പക്ഷേ രാവിലെ തൃശ്ശൂർ നഗരത്തെ ഈ ആന പരിഭ്രാന്തിയിലാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാറും നിരവധി വാഹനങ്ങളും ഈ ആനയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. ആ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത്. അല്ലാതെ ആനയെ അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇപ്പോൾ ആ പ്രശ്നത്തിന്, പ്രതിഷേധത്തിന് പരിഹാരമായിരിക്കുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ, പ്രതിഷേധം അവസാനിച്ചു. ഏതു നിലയിലാണ് അത് അവസാനിച്ചത്? പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് ദിലീപ് കുമാർ. അതിൽ ഏറ്റവും പ്രധാനമായും റവന്യൂ അധികാരികൾ, വില്ലേജ് ഓഫീസർമാർ, അതുപോലെ തന്നെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തി. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആനയെ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് താൽക്കാലികമായി തളച്ചിരിക്കുന്നത്. കാരണം ആന പൂർണ്ണമായി ശാന്തനായിട്ടില്ല. ആനയെ എന്തായാലും ഈ വാഹനത്തിൽ കയറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ആന കൊല്ലം സ്വദേശിയുടെ ആനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയെ തൊഴുവിപ്പിക്കാൻ വേണ്ടി, ആനയെ തൊഴുകാൻ വേണ്ടിയാണ് ഈ പാറമേക്കാവ് വടക്കുന്നാഥ ക്ഷേത്രങ്ങളുടെ പരിസരത്തെത്തിയത്. ആ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആന എക്സിബിഷൻ നടക്കുന്ന, പൂരം എക്സിബിഷൻ നടക്കുന്ന മേഖലയിലൂടെ, സ്വരാജ് റൗണ്ടിലൂടെ ഓടുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആന ഒരു കാറ് പൂർണ്ണമായി തകർത്തു. അതിനു മുൻപും നിരവധി വാഹനങ്ങൾ തകർത്താണ് ഈ മേഖലയിലേക്ക് എത്തിയത്. ഗാന്ധിനഗറിലെ പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ്, മെയിൻ സ്ട്രീറ്റാണിത്. ആ മേഖലയിൽ ഒരു യുവതി അടക്കം ആ കാറിലുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അവരെല്ലാവരും തന്നെ ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും ആനയെ ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന്, ഈ പറമ്പിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുന്നു. നഷ്ടപരിഹാരം കണക്കാക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ റവന്യൂ അധികാരികൾ ഈ മേഖലയിലെത്തി. അവർ നഷ്ടപരിഹാരം കണക്കാക്കുകയാണ്. അത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ പകുതി, മതിലടക്കം വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറുകൾ തകർന്നിട്ടുണ്ട്. ബൈക്കുകൾ, നിരവധി ബൈക്കുകൾ, നേരത്തെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അതൊരു 4 ബൈക്കുകളല്ല, നിരവധി ബൈക്കുകൾ വരുന്ന വഴിക്കൊക്കെ ആന തകർത്തിട്ടുണ്ട്. ആനയെ എന്തായാലും ഈ മേഖലയിലേക്ക് നിന്ന് മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. താൽക്കാലികമായി ഒരു ആശ്വാസം എന്ന് പറയാം. പക്ഷേ വലിയ ആളുകൾക്കൊന്നും പറ്റിയില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. പക്ഷേ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.